സാറേ, അഖിൽമാരാർ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പോയി ആഹാരമൊക്കെ കഴിച്ചു. പിന്നെ വി ഡി സതീശൻ പറഞ്ഞു മെയിൻ സ്ട്രീമിലേക്കൊക്കെ വരണം, നീ ഇങ്ങനെ നിന്നാ പറ്റില്ല. പണ്ട് ബലൂചിസ്ഥാൻ ആക്രമിച്ച സമയത്ത് അത് ഇന്ത്യ ബലൂചിസ്ഥാൻ ആയുധങ്ങൾ കൊടുത്തു വിട്ടു എന്നൊക്കെ പറഞ്ഞ് ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച അഖിൽമാരാർ അന്ന് BJP തള്ളി പറഞ്ഞ് കോൺഗ്രസിൽ വരാനൊക്കെ ഒരു ശ്രമം നടത്തിയിരുന്നു. അന്ന് അഖിൽമാരാർ എല്ലാരും കൂടെ തേച്ചൊട്ടിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പൊടുന്നനെ അഖിൽമാരാർ കോൺഗ്രസിൽ ചേരാൻ പോകുന്നു എന്നൊരു വാർത്തയൊക്കെ ഉണ്ടായി. ഇഷ്ടപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തലയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവായിരിക്കും അടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഖിൽമാരാർ രംഗപ്രവേശനം ചെയ്തത്. ഇപ്പോ കേൾക്കുന്ന അഖിൽമാരാർ 2020 ചേർന്ന് 2020 ഇപ്പോ NDയോടൊപ്പമാണല്ലോ. അപ്പോഴും അഖിൽമാരാർ പറയുന്നു ഞാനൊരു 70% BJPക്കാരൻ, ബാക്കി 30% കോൺഗ്രസും CPM-ഉം 2020 ആയിരിക്കണം. കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെ പറയുന്നു. അഖിൽമാരാരുടെ ഭാര്യയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടു. അതിൽ അവർ പറയുന്നത് എനിക്കൊരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യയാകണം, അതാണ് എന്റെ ആഗ്രഹം. അപ്പൊ സ്വാഭാവികമായിട്ട് ഭാര്യയുടെ ആഗ്രഹം ഭർത്താവ് സാധിപ്പിച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം അഖിൽമാരാർ എന്ന് പറയുന്നത് താത്വികമായ അവലോകനം എന്ന് പറയുന്ന ഒരു സന്ദേശം സിനിമയ്ക്ക് ശേഷം ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ എന്താ പറയുക ഹാസ്യരൂപേണ രാഷ്ട്രീയത്തിലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന സന്ദേശം. അതിന്റെ അടുത്തൊന്നും എത്താൻ ആർക്ക് കഴിയില്ല. എങ്കിലും ആ സിനിമ എത്രത്തോളം വിജയിച്ചു എന്നറിയില്ല. പിന്നീട് വളരെ ബുദ്ധിപൂർവമായി, അതായത് ബിഗ് ബോസിൽ നിന്നിറങ്ങി ഇനാഗുറേഷൻസ് ഒക്കെ കിട്ടി. ഇനാഗുറേഷൻസിൽ പോലും കൃത്യമായി എമൗണ്ട് പറഞ്ഞുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന തരത്തിലേക്ക് അഖിൽമാരാർ വളർന്നു. അത് പറയുന്ന ചില കാര്യങ്ങൾ കേരള സമൂഹം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഈ കൊട്ടാരക്കരയിൽ അഖിൽമാരാരുടെ ഒരു വരവ് അത് എങ്ങനെയായിരിക്കും? BJPക്ക് അല്ലെങ്കിൽ NDAക്ക് അല്ലെങ്കിൽ 2020ക്ക് എന്തെങ്കിലും സാധ്യത അഖിൽമാരാറെ കൊണ്ടുണ്ടാകുമോ? അഖിൽമാരാർ കുഴപ്പമൊന്നുമില്ല. എനിക്കറിയാം 2020 പാർട്ടിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സീറ്റാണോ അതെന്ന് എനിക്കറിയില്ല. പക്ഷേ അഖിൽമാരാർ വന്നാൽ അവിടെ നിന്ന് ജയിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. കൊട്ടാരക്കരയുടെ ഭൂമിശാസ്ത്രവും ചരിത്രവും അങ്ങനെ തന്നെ, അത് അട്ടിമറികളുടെ നാട് തന്നെ. അവരെ അട്ടിമറിക്കാനുള്ള ശക്തിയൊന്നും അഖിൽമാരാർക്കില്ല. പാർട്ടി വിട്ട് പാർട്ടി മാറി ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ വേണ്ടത് ഉണ്ണിയാർച്ചമാർ തമ്മിലുള്ള ഒരു അംഗമാണ്. അവിടെ തോൽപ്പിക്കേണ്ടത് ഐഷ പോറ്റിയെ. ഐഷ പോറ്റി ഈ പ്രാവശ്യം പിടിക്കും. അവിടെ ഏതാ CPM-കാരൻ മത്സരിച്ചാലും ഐഷ പോറ്റിയാണ് ജയിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? കാരണം അതുപോലാണ് ആന്റി ഇൻകുംബൻസി ഫാക്ടർ വളരെ ശക്തിയായിട്ടുണ്ട്. ആ ആന്റി ഇൻകുംബൻസി ഫാക്ടർ BJP-യിലേക്കോ പോകാം, CPM-ലേക്കോ പോകാം. അത് BJP-യിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഐഷ പോറ്റിയോട് ഏറ്റുമുട്ടാൻ, അതായത് R ബാലകൃഷ്ണപിള്ളയെ പൊട്ടിച്ച് അട്ടിമറിച്ച ഐഷ പോറ്റിയാണ് മത്സരിക്കുന്നത്. അഖിൽമാരാർ അതിനുള്ള പറ്റില്ല, ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. നമുക്കറിയാം. ഇപ്പൊ അങ്ങനെ ചുമ്മാതെ ഈ TV കൂടെ വന്ന ആൾക്കാരൊന്നും മത്സരിച്ച് കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനപ്പുറം അവിടെ ഒരു ബേസ് വേണം, മാസ് ബേസ് വേണം. അങ്ങനെയാണെങ്കിൽ ജഗദീഷൊക്കെ ജയിക്കേണ്ടതല്ലേ സാർ? ജഗദീഷൊക്കെ ജയിക്കേണ്ടതല്ലേ? അതെ അതെ. അഖിൽമാരാറിനൊക്കെ എത്രയോ മുകളിൽ നിൽക്കുന്ന ആളാണ് ജഗദീഷ്. അല്ല, അതിനു മുമ്പ് പ്രേം നസീർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി പ്രേം നസീർ പിന്തുണയ്ക്കുകയും പ്രചാരണം നടത്തുകയും എറണാകുളത്ത് ഏത് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് അയാളെ പരാജയപ്പെടുത്തിയ നാടാണ് കേരളം. പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത് കമലഹാസനെ തോൽപ്പിച്ചു. അങ്ങനെയൊന്നും മേനി അടിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങളുടെ സിനിമ കാണും, നല്ലതാണെങ്കിൽ ഞങ്ങൾ നല്ലതെന്ന് പറയും, ഫാൻസ് ആകും, അത്രേ ഉള്ളൂ. വോട്ട് ചോദിക്കാൻ വന്നേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഞങ്ങൾ കൊടുക്കും, പോയി പണി നോക്കാൻ പറയും. ഇത്രേ ഉള്ളൂ കാര്യം. ഇതാ കേരളീയന്റെ മനസ്സ് നല്ലത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു മനസ്സുള്ള കേരളീയൻ പ്രബുദ്ധൻ തന്നെയാണ്, ഒരു അർത്ഥത്തിൽ പ്രബുദ്ധൻ തന്നെയാണ്. ആ പ്രബുദ്ധത കൊണ്ടാണല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്, BJP പിടിച്ചത്. ആ പ്രബുദ്ധത വളർന്നു വരണം. ഇനി ഒരു വിശ്വാസം വേണം BJPക്ക് കേരളത്തിൽ വരാൻ പറ്റുമോ. ആ ഒരു ആത്മവിശ്വാസം ജനങ്ങൾക്ക് കൊടുക്കാൻ BJPക്ക്. ഞങ്ങൾ ജയിക്കുമെന്ന് അവർ വിചാരിച്ചാൽ പോരാ, ജനങ്ങൾക്കും തോന്നണം. അപ്പൊ അതിന് ഞാൻ പറയുന്നത് അവിടെ പോരാടാൻ പറയുന്ന ഐഷ പോറ്റിയോട് പറ്റിയ ഒരാൾ വേണം. മതി. കൊല്ലം ജില്ലയിൽ നല്ല സ്വാധീനം കയറി വരികയാണ് ഇപ്പൊ BJP. എവിടെയെങ്കിലും പുള്ളിയെ മത്സരിപ്പിച്ചോട്ടെ. അദ്ദേഹം 2020 കാൻഡിഡേറ്റാണ്. കാരണം 2020 നേതാവുണ്ടല്ലോ, ആ കിഴക്കമ്പലം സാബു M ജേക്കബിനോടൊപ്പം ഇന്നലെ പത്രസമ്മേളനം വേദി പങ്കെടുക്കുകയൊക്കെ ചെയ്തു. ശരി, സന്തോഷം. പക്ഷെ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ BJPക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. BJPക്ക് കിട്ടാൻ സാധ്യത ഒരു മണ്ഡലമാണത്. അറിയാമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊട്ടറ ഗോപാലകൃഷ്ണൻ മത്സരിച്ചതിന് ശേഷം അവിടെ ഒരു കോൺഗ്രസ്സുകാരൻ മത്സരിച്ചിട്ടില്ല. കൊട്ടറ ഗോപാലകൃഷ്ണൻ ആരെ അട്ടിമറിച്ചതെന്നറിയാമോ? R ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ പ്രതാപശാലിയെ, ആ അച്ഛനെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര അച്ഛനാണത്. എന്ന് പറഞ്ഞാൽ 6 or 7 ആനകൾ വീട്ടിൽ സ്വന്തമായിട്ടുള്ള ഒരു വലിയ മാടമ്പിയാണ്. മാടമ്പിയുടെ എല്ലാ സ്വഭാവവും കാണിച്ചിരുന്ന ആളാണ്. തൻ്റെ കീഴിലുള്ള ഒരൊറ്റ പ്രജകൾക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്തിനേക്ക് അപ്പുറം വളരാൻ അദ്ദേഹം സമ്മതിച്ചിട്ടില്ല.
പിന്നൊന്ന് കൊട്ടാരക്കര പൊന്നച്ചെന്ന് പറയുന്ന ഒരാളിനെ കേട്ടിട്ടുണ്ടോ? കേരള കോൺഗ്രസിന്റെ നേതാവ്. അദ്ദേഹത്തിന്റെ മുഖം കോടിപ്പോയി ഇയാളൊരു അടി കൊടുത്തതിന്റെ ഫലമായിട്ടാണെന്ന് പറഞ്ഞു. അതുപോലെ നാടിച്ചും ഇടിച്ചും കൊല്ലും കൊലയുമായിട്ട് വരുന്ന പ്രതാപിയാണ് അയാൾ. ഇപ്പൊ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ്, വന്നത്തിന്റെ അടുത്ത ആള്, അതുപോലെ തന്നെ NSSന്റെയും പ്രിയപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം. പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം തന്നെ പോയ ആളുമാണ്. അയാളെ തൊടുക, അയാളെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരുന്ന ഒരു സ്ഥലത്ത്, അതായത് KM മാണിയുടെ മണ്ഡലമായ പാലയിൽ KM മാണിയെ തോൽപ്പിക്കാൻ കഴിയാതിരുന്നത് പോലെ അതിശക്തനായിട്ടുള്ള ഈ നേതാവിനെ തോൽപ്പിച്ചു. കൊട്ടറ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കൊച്ചു പയ്യൻ വലിയൊരു അട്ടിമറിയാ, തീരെ പ്രായം കുറവായിരുന്നു, അട്ടിമറിച്ചു, വലിയ വാർത്തയായിരുന്നു. അതുപോലെ തന്നെ ഈ ബാലകൃഷ്ണപിള്ളയെ വീണ്ടും അട്ടിമറിച്ച ഒരാളാണ് ഇപ്പോഴത്തെ ഐഷ പോറ്റി. അങ്ങനെയാണ് പേര് കിട്ടിയത് അവർക്ക്. ആ ഐഷ പോറ്റി അതിനാണ് അഖിൽമാരാർ പോലെയാ. ഇന്നലെ പറയുമല്ലോ, കുരുത്ത തകരയ്ക്കൊന്നും അതിന് പറ്റില്ല. പറ്റുന്ന ആൾ അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ രശ്മി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ആള് അവിടെ ജില്ലാ പഞ്ചായത്തിലെ ഭാരവാഹിയായിട്ടിരുന്ന ആളാണ്. അവർക്ക് വോട്ട് ബേസ് അവിടെ ഉണ്ട്. അത് കോൺഗ്രസിൽ നിന്ന് ഇടഞ്ഞു നിൽക്കുക. VD സതീശൻ പറഞ്ഞു പോകല്ലേ എന്ന്. ഇല്ല, പറ്റില്ല, ഞാൻ പോവും. അതുപോലെ കൊടിക്കുന്നിൽ പറഞ്ഞു, വകവെച്ചില്ല. അവരിങ്ങനെ BJPയിൽ തന്നെ വിളിക്കുന്നുണ്ട്, കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അവരെ അവിടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അതൊരു 1.5 മത്സരമായിരിക്കും അവിടെ നടക്കുന്നത്. 2 ഉണ്ണിയാർച്ചമാർ തമ്മിൽ ഉള്ള ഒരംഗം കുറിക്കലായിരിക്കും അവിടെ. അവർക്ക് ചിലപ്പോൾ സാധ്യതയുണ്ട്. അഖിൽമാരാർ എവിടെങ്കിലും പോട്ടെ, വടക്കൻ ജില്ലകളായിരിക്കും. അഖിൽമാരാർ പറയുന്ന കാര്യങ്ങളിൽ ചില വ്യക്തത കുറവുണ്ട്. അതായത് ഞാൻ 70% ഇപ്പൊ കൊട്ടാരക്കരയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും രാഷ്ട്രീയ ചരിത്രവും ഒക്കെ സാറ് പറയുന്നുണ്ട്. ബാലകൃഷ്ണനെ വരെ തോൽപ്പിച്ച ഒരു ചരിത്രം കൊട്ടാരക്കരയ്ക്കുണ്ട് എന്നുള്ളതാണ്. ശക്തമായ സ്ഥാനാർത്ഥി നിർത്തിയാൽ ഒരുപക്ഷെ കൊട്ടാരക്കര പിടിച്ചെടുക്കാൻ കഴിയും. ഇപ്പൊ ഐഷ പോറ്റിയെ പോലുള്ള ഒരു ശക്തയായ വനിതാ നേതാവ് അവിടെ വന്നാൽ ജയം അവർക്ക് സുനിശ്ചിതമാണ്, ഉറപ്പാണ്. സാർ ഇത്രയും രാഷ്ട്രീയത്തെ കുറിച്ച് വളരെ ആധികാരികമായി പറയുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ്. രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നേ ഉള്ളൂ. അത് സാറിന്റെ എളിമ കൊണ്ട് സാർ പറയുന്നതാണ്. എനിക്ക് അറിയാവുന്നതുകൊണ്ട് 70% ഞാൻ BJP-ക്കാരനുള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കി 30% എവിടെയാണ് എന്നാണ് ചോദ്യം. 70% BJP-ക്കാരനുള്ളൂ, ബാക്കി BJP-യുടെ പല നിലപാടുകളോടും എനിക്ക് യോജിപ്പില്ല എന്നാണ് പറയുന്നത്. ഈ 2020 എന്ന് പറയുമ്പോൾ NDAയുടെ ഘടകകക്ഷിയല്ലേ സാർ? NDAയുടെ പല നിലപാടുകളോടും അല്ലെങ്കിൽ BJP-യുടെ നിലപാടുകളോടും നമുക്ക് 100% യോജിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ആ ചില സത്യങ്ങൾ വിളിച്ചു പറയാനും പാടില്ല എന്നുള്ളതാണ്. 30% യോജിപ്പില്ല എന്ന് പറയുമ്പോൾ അത് വ്യക്തമാക്കണം. ഏതിലാണ് യോജിപ്പില്ലാത്തെന്നുള്ള അദ്ദേഹം വ്യക്തമാക്കണം. അല്ലെ 70-30 എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു സ്ഥിരതയുള്ള സ്വഭാവം അല്ല, അതൊരു ശരിയായിട്ടുള്ള ഇന്റഗ്രിറ്റി ഉള്ള ഒരു സ്വഭാവമല്ല. അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഏതിലാണ് യോജിപ്പില്ലാത്തത് നിങ്ങൾ പറയൂ, തുറന്നു പറയണം. അതിന് ധൈര്യമില്ലെങ്കിൽ പിന്നെ അത് പറയാൻ പോകരുത്. അതാണ് ഈ അഖിൽമാരാർ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവാൻ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസ് അടുത്ത തവണ ഈ തവണ അധികാരത്തിൽ വരും. അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു MLA സ്ഥാനം കിട്ടുമായിരിക്കും. അദ്ദേഹം ഈ ബിഗ് ബോസിന്റെ ഒരു ഫാൻ ബേസ് വെച്ചിട്ടായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും രമേശ് ചെന്നിത്തല പറഞ്ഞൊരു വാചകമുണ്ട്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാത്തവന്മാരെ സ്ഥാനാർത്ഥികളാക്കരുത് മാധ്യമങ്ങൾ. അക്കൂട്ടത്തിൽ ഇയാളും പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സന്ദീപ് വാര്യറെയാണ് അത് പറഞ്ഞത് എന്ന് ചില വ്യാഖ്യാനങ്ങൾ വന്നെങ്കിലും കൂടെ കൊള്ളിച്ചത് അഖിൽമാരാർക്കും കൂടിയാണ്. നീ എന്റെ വീട്ടിൽ വന്ന് ചോറുണ്ടോ, ആഹാരമൊക്കെ കഴിച്ചോ, അതൊക്കെ സൗഹൃദത്തിന്റെ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ സീറ്റ് ചോദിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട, അത് കിട്ടുമെന്ന് വിചാരിക്കുകയും വേണ്ട. ആ ഒരു ബോധം അഖിൽമാരാർക്ക് കൃത്യമായി മനസ്സിലായത് കൊണ്ടാണ് എന്നാ പിന്നെ 2020 ഇപ്പൊ NDAയിലേക്ക് വരികയും ചെയ്തു, ഘടകകക്ഷി ആവുകയും ചെയ്തു, ഭാരതം ഭരിക്കുന്ന ഒരു പാർട്ടി, എന്നാ പിന്നെ അങ്ങോട്ടേക്ക് ചാടാം എന്നുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ ബുദ്ധിയാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു സിനിമാക്കാരനപ്പുറമുള്ള ഒരു കൂർമ്മ ബുദ്ധി അഖിൽമാരാർക്കുണ്ട്. അതുകൊണ്ടാണ് അയാൾ ജീവിതത്തിൽ വിജയിച്ചത്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. പിന്നീട് ബിഗ് ബോസിലെ 50 ലക്ഷമോ ഒരു ഫ്ലാറ്റോ കൊണ്ടൊക്കെ കിട്ടി അയാൾ വലിയ രീതിയിൽ സാമ്പത്തികമായൊക്കെ മുന്നോട്ട് വന്നു. വലിയ രീതിയിലൊക്കെ പിന്നെ സംസാരിക്കുന്ന എന്തൊക്കെയോ കൃത്യമായ ചില കാര്യങ്ങളിൽ നിലപാടുകളൊക്കെ ഉള്ള ഒരാളായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും അഖിൽമാരാരുടെ 70% BJPക്കുള്ളൂ, 30% കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുമോ മനസ്സുകൊണ്ടെങ്കിലും എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ ഒരു കാര്യം, ഈ ബിഗ് ബോസിനെ മാനദണ്ഡമാക്കിക്കൊണ്ടൊന്ന് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ പറ്റിയില്ല. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഒരു ബിഗ് ബോറായിരുന്നു എന്നാണ് ഭൂരിപക്ഷം ആളുകൾ. ഇപ്പം നിങ്ങളെപ്പോലെ യുവതലമുറയിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കിടയിൽ അത് ഹരമായിരിക്കാം. മോഹൻലാൽ വന്ന് എന്തിനാണ് പേര് ചീത്തയാക്കുന്നത്? ബിഗ് ബോസ് എന്ത് കുന്തം ബിഗ് ബോർ, ചുമ്മാ നിക്കർ വിട്ടുകൊണ്ട് കുറേ ആമ്പിള്ളേർ കെട്ടിടത്തിനകത്ത് നടക്കുന്ന അനാവശ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ, തലയ്ക്ക് പട്ടു പിടിച്ച പോലെ അല്ലെങ്കിൽ ഡ്രഗ്സ് അടിച്ച പോലുള്ള സംഭാഷണങ്ങളും കൊണ്ട് സത്യം പറയാം ഒരു TV യിൽ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് വളരെ ബോറായിട്ട് തോന്നിയ
ഒരു ഫോർമാറ്റ് നമ്മുടെ കേരളീയ സംസ്കാരത്തിന് പറ്റിയ ഫോർമാറ്റല്ല. ഈ സത്യം പറഞ്ഞാൽ ഇയാൾ ബിഗ് ബോസിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കരയിലെ നിങ്ങളെ എനിക്കറിയാം. കൊട്ടാരക്കര സാധാരണക്കാരൻ ഇവനെ തോപ്പിച്ചു വിടും ഈ ബിഗ് ബോസിന്റെ കയറോമ്പും കൊണ്ട് അവിടെ ചെന്ന് അവിടെ നിക്കർ കൂട്ടോണ്ട് ചെന്ന് ആ സംസ്കാരമല്ല ഇവിടെ മുണ്ടോടത്തോണ്ട് നടക്കും. ഈ നിക്കർ കൊണ്ടോണ്ട് നടക്കുന്ന ഒരു സംസ്കാരം ഉണ്ടല്ലോ, അത്രയും വളർന്നിട്ടില്ല അവിടുത്തെ ഒരു 10-50 വർഷം കൂടെ കഴിയണം അങ്ങനെ ഒരാൾ അവിടെ ജയിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ആ മുമ്മ അടിച്ച് തോൽപ്പിച്ചു കളയും. പിന്നെന്താ നമ്മുടെ സ്ഥാനാർത്ഥികളാരും നിക്കർ വിട്ടോണ്ട് നടക്കാത്തത് എന്തുകൊണ്ടാ? അല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും നിയമസഭയിലൊക്കെ, ചിലപ്പോൾ പ്രകോപിതരായി തീരുമ്പോൾ അല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള സംസ്കാരം വെച്ചുകൊണ്ടൊക്കെ സൈക്കിൾ. സത്യം പറയുകയാണ്, ബിഗ് ബോസിനെ പറ്റി എന്നോട് ആൾക്കാർ പറഞ്ഞു അയ്യോ ബിഗ് ബോർ എന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ എത്ര ലൈക്കാ കിട്ടിയ എനിക്കറിയാം. എൻ്റെ വിളിക്കൊണ്ടല്ല, അവർക്ക് മഴുത്തു ഉത്തരം. മോഹൻലാൽ ഇതിനകത്ത് എന്തിനാ മുഖം കാണിക്കാൻ വന്നത് എന്നാണ് ചോദിക്കുന്നത്. കാരണം തർക്കത്തിൽ ഇഷ്ടപ്പെടാത്ത വൃത്തികെട്ട പരിപാടി അതിന്റെ കെയറോബിൽ അതിൽ 1-ാം സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞ് ഇപ്പം വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം പന്തളത്തുനിന്ന് വളരെ ദൂരെയൊന്നും അല്ലെങ്കിൽ കൊട്ടാരക്കര അടിച്ച് തോപ്പിച്ച് കളയും, മനഃപൂർവ്വം പ്രതികാരം ചെയ്ത് കളയും. BJP-ക്കാൻ്റെ അടി കിട്ടും. സത്യം പറയുക, വേറെ എവിടെയെങ്കിലും പോട്ടെ.